കേരളത്തിന്റെ പ്രതിപക്ഷത്തിന്റെ ഒരു അവസ്ഥയെ വെളുക്കുവോളം വെള്ളം കോരി ഒരു വിവാദം വീണ് കിട്ടിയപ്പോ വല്ലവന് പുല്ലുമായുധം എന്നുള്ള നിലയ്ക്ക് ഒരു ജീവനെങ്കിൽ ജീവൻ എടുത്തുകൊണ്ടിട്ട് ആഘോഷിക്കാം. ഒടുവിൽ വെള്ളം കോരി ആ കുടുംബത്തിനോടൊപ്പമാണ്, കുടുംബത്തിന് നീതി ഉറപ്പിക്കാൻ നടന്നു. ഏറ്റവും ഒടുവിൽ കുടുംബം ഇറങ്ങി നിന്നിട്ട് പറയുകയാണ്, യവന്മാരുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല, സർക്കാരിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. എന്തു വേണം? മറ്റേ തേഞ്ഞൊട്ടുന്നു എന്ന് പറയുന്നില്ലേ, അതുപോലെയാണ് അപകടത്തിൽ മരണപ്പെട്ട ബിന്ദുവിന്റെ ഭർത്താവായിട്ടുള്ള വിശ്രുതന്റെ പ്രതികരണം പുറത്തു വന്നത്. ഒരുപക്ഷെ അത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സതീശന് ബോധം പോയി എന്ന് വരെ പറഞ്ഞു കേൾക്കുന്നു. വരാമെന്ന് പറഞ്ഞു. ഇപ്പൊ എനിക്ക് വരാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുക. അതുകൊണ്ട് നാളെ മറ്റന്നാളോ ഞാൻ അവിടെ വന്നു ചേരും എന്ന് പറഞ്ഞ് ഫോൺ ഓഫാക്കി. സഹായത്തിന്റെ കാര്യം ഒന്നും നമ്മുടെ അടുത്ത് പറഞ്ഞില്ലല്ലോ. അവര് തീരുമാനിച്ചുണ്ടാവും, എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവരുടെ കാര്യം തീരുമാനിച്ച് നമ്മുടെ കാര്യം ഇനി പറയും. വയ്യാതെ ഉണ്ട്, 2 ദിവസത്തിനകത്ത് ഇവിടെ എത്തും. പ്രതികരണത്തിന് അവര് ഇപ്പോഴും പറയുന്നത് ചേർത്ത് നിർത്തുമെന്നാ പറയുന്നത്. ഈ കുടുംബത്തിന് ചേർത്ത് നിർത്തുമെന്ന് അവരിപ്പോഴും എൻ്റെ അടുത്ത് പറയുന്നത്. അത് ഉണ്ടാവുമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അതിന് മേളിലോട്ട് സംസാരിക്കണ്ടല്ലോ. ഞാൻ അങ്ങനെ സൂചിപ്പിച്ച ഞാൻ വരാം, സംസാരിക്കാം. ഇതിനെ ബാക്കിയുള്ള അവർ തീരുമാനിച്ച കാര്യം എൻ്റെ അടുത്ത് പറയും. കുടുംബത്തിന്റെ കാര്യങ്ങൾ ഞങ്ങൾ കൂട്ടായി തീരുമാനിച്ചിട്ട് ഞങ്ങളുടെ അവരടുത്തും പറയും. ഫോൺ കോളിനകത്ത് പ്രതീക്ഷയുണ്ട്. അത് ഉറപ്പാണ്. അത് അവർ വരുമെന്ന് പറഞ്ഞാൽ ഉറപ്പ് വരുന്ന ഞങ്ങൾക്ക് സഹായങ്ങൾ ചെയ്യുകയും ചെയ്യും. ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകും. തീർച്ചയായും പങ്കുചേരുന്നെന്ന് അവർ പറഞ്ഞു. രാവിലെ ഈ മന്ത്രിമാരും വിളിച്ചില്ലെന്നൊരു വിഷമം ഉണ്ടായിരുന്നല്ലോ അല്ലെ? അത് അവിടെ മെഡിക്കൽ കോളേജിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു നമുക്ക്. പക്ഷെ അത് പിന്നത്തെ കാര്യം പിന്നെ അങ്ങനെ അങ്ങ് പോയി, എന്നൊക്കെ ആയിപ്പോയി. ഇനിയിപ്പോ അതിനകത്ത് നമ്മളതിനകത്ത് ഒരു കുറ്റവും പറയുന്നില്ല. ഈ കുടുംബത്തിന് എന്തെങ്കിലും ചെയ്യുന്നതാണോ മന്ത്രി പറഞ്ഞത്? തീർച്ചയായും ചേർത്ത് നിർത്തുമെന്നാ പറഞ്ഞത്. ഈ കുടുംബത്തിന് ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു, ഇവിടുത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം പറഞ്ഞ് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞാൻ വരാമെന്ന്, അതിനകത്ത് വന്നിരിക്കുമെന്ന് അവർ ശക്തമായിട്ട് പറയുകയായിരുന്നു. ഇതാണ് പറയുന്നത്. ഈ ഷോ ഓഫ് ഒക്കെ ടി വിയിലും ഇതിലൊക്കെ കാണിച്ചതിന് ശേഷം ആ കുടുംബത്തിന്റെ വികാരമാണെന്ന് പറയുമ്പോൾ കുടുംബത്തിന് സർക്കാരിന്റെ കാര്യത്തിൽ വിശ്വാസമുണ്ട്. ഇന്നലെയും വിശ്രുതൻ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പഴയ കെട്ടിടമാണ്. ഒരു കാര്യം നമ്മുടെ നാട്ടുകാർക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. അതായത് 65 വർഷം പഴക്കമുള്ള ഒരു കെട്ടിടമാണ്. കോട്ടയം പോലൊരു മെഡിക്കൽ കോളേജാണ്. ആ മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം നിർത്തിവെച്ചൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പറ്റുമോ? അത് പറ്റില്ല. അത് റൺ ചെയ്യിച്ചുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. ഇതേ ആൾക്കാർ തന്നെ ഇതിനകത്ത് എന്തെങ്കിലും അറ്റകുറ്റപ്പണി നടത്തുന്നുണ്ടെങ്കിൽ ഒരു ഫോണിൽ വീഡിയോ എടുത്തുകൊണ്ട് ഇതേ രോഗിയുടെ തൊട്ടടുത്ത് വെച്ച് ഇതിന്റെ അറ്റകുറ്റപ്പണി നടത്തുന്നുണ്ട്, വലിയ പിഴവാണെന്നുള്ള രീതിയിലുള്ള പ്രചരണം നമ്മൾ കണ്ടിട്ടുണ്ട്. കാര്യം ഈ ആൾക്കാരെ മുഴുവൻ ഒഴിപ്പിച്ചോ അല്ലെങ്കിൽ ഇത് അടച്ചിട്ടോ ഒരിക്കലും അറ്റകുറ്റപ്പണി ചെയ്യാൻ പറ്റില്ല. ഇത് റൺ ചെയ്യിച്ചുകൊണ്ട് മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ആ നിലയ്ക്ക് നോക്കുമ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഇത്രയും പഴക്കമുള്ള ഒരു കെട്ടിടം, ആ കെട്ടിടത്തെ 560 കോടി രൂപ കൊടുത്തൊരു പുതിയ കെട്ടിടം നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ നാട്ടുകാരോട് ഉത്തരവാദിത്തമുള്ളത് കൊണ്ടാണല്ലോ. കിട്ടിയ അവസരത്തിൽ വാക്കല്ലല്ലോ പറഞ്ഞത്, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു. ആ ചെയ്ത കാര്യങ്ങളൊക്കെ ഉദ്ഘാടനമായി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വലിയ സ്വീകാര്യത ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. കോട്ടയം പോലൊരു നഗരത്തിൽ കോൺഗ്രസുകാരുടെ ഒരു വലിയ ജില്ലയായിട്ട് കൊണ്ട് നടക്കുന്നതാണ്. അവിടുത്തെ മുനിസിപ്പാലിറ്റിക്കോ MLA-ക്കോ MP-ക്കോ ഒന്നും യാതൊരു ഉത്തരവാദിത്വം, അവരുടെ പേരൊന്നും ഒരു അക്ഷരം ഇതുവരെ ഒരു മാപ്രകൾ ഉരിയാടുന്നത് കണ്ടില്ല. അവർക്കൊന്നും ഇതുമായി ബന്ധപ്പെട്ട് ഒരു റോളും ഇല്ല. അവരുടെ റോൾ എന്ന് പറഞ്ഞാൽ ഇവരുടെ വാർത്താ കച്ചവടത്തിന് വേണ്ടി അവരെത്തുന്നതിന് മുന്നോടിയായിട്ട് സംഭവ സ്ഥലത്തെത്തിയ മന്ത്രി വീണ ജോർജിനെതിരെ അവർക്കെതിരെ ജനരോഷം സൃഷ്ടിക്കാൻ വേണ്ടി ഡയലോഗ് അടിച്ചു കൊടുക്കുക, ഇവർ കൊടുക്കുന്ന സ്ക്രിപ്റ്റുകൾ വായിച്ചു കൊടുക്കുക. അത് മാത്രമാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന കഥാപാത്രങ്ങൾ. അതിനെ അവർ അങ്ങ് ആടി തിമിർക്കുകയാണ്. ചിലരുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊക്കെ എത്ര വിദഗ്ധമായിട്ടാണ് അവരെ ഒഴിപ്പിച്ചു കൊണ്ടുപോയത്. എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്രയും വലിയ കോലാഹലങ്ങൾ നടത്തിയിട്ട് ഇവർ ആഗ്രഹിച്ചിരുന്നു. ഇവരുടെ ഈ വാർത്തയുടെ ഈ വിസ്ഫോടനം കണ്ടിട്ട് വീട്ടുകാരും ഇവരോടൊപ്പം നിൽക്കും, വീട്ടുകാരും പ്രതിപക്ഷത്തെ പിന്താങ്ങുമെന്ന് മന്ത്രിമാരായിട്ടുള്ള VN വാസവനും ഒപ്പം ആരോഗ്യമന്ത്രി വീണ ജോർജ് നേരിട്ട് ഫോണിലും വിളിച്ചു. വാസവൻ വീട്ടിൽ ചെന്നു, കാര്യങ്ങൾ പറഞ്ഞു, കേട്ടു, അവരെ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തി. സംഭവിച്ചത് എന്താണെന്ന് അവർക്കും അറിയാം. അപ്പോ ഇവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കഥ വീട്ടുകാർക്ക് അങ്ങോട്ട് ദഹിക്കാൻ പറ്റിയിട്ടില്ല. സ്വാഭാവികമായിട്ടും അവർക്ക് സർക്കാർ പറയുന്ന വാക്കുകളിൽ വിശ്വാസമുണ്ട്. കാര്യം അവരും കാണുന്നതല്ലേ, അവരും അനുഭവസ്ഥരല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ടും വാക്ക് അവിശ്വസിക്കേണ്ട കാര്യമില്ല. മറ്റത് റീൽസ് എടുത്ത് നടക്കുന്നവരെ വാക്ക് വിശ്വസിച്ചാൽ ഉണ്ടാകുന്ന അപകടം എന്താണെന്ന് നേരെ വയനാട് പോയി നോക്കിയാൽ മതി. ഒരു DCC ട്രഷറിയുടെ കുടുംബം തേരാപ്പാര നടക്കുന്നുണ്ട്. അവർക്ക് എന്തൊക്കെയോ വാരിക്കോരി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ കേരളത്തിൽ ഒരു സുവർണാവസരം കിട്ടിയോണ്ട് സമര കോലാഹലങ്ങൾ BJP-യും കോൺഗ്രസും എത്ര
ഒരേ മനസ്സായിട്ട് ചെയ്തു നോക്ക്. എന്തൊരു മാനസിക പൊരുത്തമാണ്. രണ്ടുപേർക്ക് ഒരേ വിഷയത്തിൽ ഒരേ അഭിപ്രായങ്ങൾ, ഒരേ വാചകങ്ങൾ, അതേ രീതിയിൽ സമരങ്ങൾ തുടരുകയാണ്. അതൊക്കെ എന്ത് നടത്തിയാലും ഏറ്റവും ഒടുവിൽ ആ കുടുംബം സർക്കാരിൽ വിശ്വാസമുണ്ടെന്ന് പറയുമ്പോൾ നഷ്ടപ്പെട്ടവർക്ക് അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നും അതിന്റെ പ്രതിവിധി ചെയ്യാമെന്ന് പറയുമ്പോൾ ആ വാക്കുകളിൽ അവർക്ക് ഉത്തമ സ്വീകാര്യമാണ്, അല്ലെങ്കിൽ അതിൽ അവർ സംതൃപ്തരാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ, കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്കെല്ലാം സർക്കാർ സംവിധാനങ്ങൾ എങ്ങനെയാണ് ഒരുക്കുന്നതെന്നും അവരോട് പറയുന്ന വാചകങ്ങളിൽ അവർക്ക് വിശ്വാസ്യത വരുന്നുണ്ട് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്നതാണ് ഇപ്പോ ആ കുടുംബം സർക്കാർ പറഞ്ഞ കാര്യങ്ങളിൽ ഉത്തമമായി വിശ്വസിക്കുകയും അക്കാര്യത്തിൽ അവർക്കൊരു സംശയവുമില്ല എന്ന് പറയുമ്പോൾ കേരളത്തിലെ മാപ്രകളെല്ലാം വല്ലാതെ ഒരു സഡൻ ബ്രേക്ക് ഇട്ട പോലെ നിന്നു പോവുകയും ആവേശം ഒറ്റയടിക്ക് ചോർന്നു പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഇന്നലെ വരെയും ആ വാർത്താ കച്ചവടം അവസാനിച്ചിട്ടില്ല. ചർച്ചയോട് ചർച്ചയാണ്. ചർച്ച ചെയ്ത് കൊതി തീരുന്നില്ല. എന്നിട്ടും ചർച്ച ചെയ്ത് കൊതി തീരാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോഴും മറുസൈഡിൽ ആ ഇരയായിട്ടുള്ള കുടുംബക്കാർക്ക് അവർക്ക് അവിടെ സംഭവിച്ചത് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. ആരുടെയും പിഴവല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൽ അവർക്ക് എന്താണോ ഈ നഷ്ടപരിഹാരം നൽകാൻ, അല്ലെങ്കിൽ ഇപ്പോഴവർക്കുണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ട് അത് പരിഹരിക്കാൻ വേണ്ട ഇടപെടൽ നടത്താമെന്ന് പറയുമ്പോൾ വാക്കിന് വില കൽപ്പിക്കുന്നവരാണ്. സതീശനെ പോലെയല്ല, ഇപ്പോ ഒന്ന് പറയും മാറ്റി പറയുന്നവരുമല്ല. അതുകൊണ്ട് അവർക്ക് കാര്യങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കി ഈ സർക്കാരിനോടൊപ്പം നിൽക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ പോയി പണി നോക്ക് സാറുമാരെ എന്ന് മാത്രമേ ഇപ്പോ വിവാദ കച്ചവടക്കാരോട് നാട്ടുകാർക്ക് പറയാനുള്ളൂ.